MPH മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കോഴ്സിനെ പറ്റി? ഈ കോഴ്സ് ഏതാണ്ട് എല്ലാ ഡിഗ്രിക്കാർക്കും പഠിക്കാമത്രേ. ഇതേപോലെ തന്നെ MPH എന്ന് പറയുന്നത് കേരളത്തിലുണ്ടോ? ഇനി കേരളത്തിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് ജോലി കിട്ടുക? അപ്പോൾ കേരളത്തിലാണോ പുറത്താണോ ഇതിന് സ്കോപ്പ് കൂടുതൽ? നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വൺസ് അഗെയിൻ collegemunshi.comന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത കാലത്ത് തന്നെ ഡിമാൻഡ് വർദ്ധിച്ചൊരു മേഖലയാണ് MPH അഥവാ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. ഒട്ടനവധി കുട്ടികൾ ഈ ഒരു കാലത്ത് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ് MPH എന്ന് പറയുന്നത്. പൊതുജന ആരോഗ്യ പരിപാലനം എന്നാണല്ലോ. സോ ഹെൽത്ത് കെയർ എന്നുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒന്നാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്. പബ്ലിക് ഹെൽത്തിന് ഗവൺമെന്റ് ആയിട്ടുള്ള മേഖലയിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, NGOസിലായിക്കോട്ടെ. MPH ഓർ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഗ്രാജുവേറ്റ് കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഗ്രാജുവേറ്റ് കഴിഞ്ഞവർക്കാണ് അത് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാൻഡേറ്ററി ആണ്. അത് എന്തായാലും വേണം. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കാണ് MPHന് എടുക്കാൻ പറ്റുക. പക്ഷെ നിങ്ങൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഏത് ഡിഗ്രിക്കാർക്കും, ഇൻ ദ സെൻസ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് വരെ നമുക്ക് MPH എടുക്കാവുന്നതാണ് ഓരോ കോളേജസും പറയുന്നത്. പക്ഷെ കേരളത്തിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് മാൻഡേറ്ററി ആണ്. ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG പഠിക്കുമ്പോൾ, അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് മെഡിസിൻ ആയിക്കോട്ടെ, ആയുഷ് റിലേറ്റഡ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഡെന്റിസ്ട്രി ആയിക്കോട്ടെ, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ലൈഫ് സയൻസ് പ്രോഗ്രാം, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, സോഷ്യോളജി, സൈക്കോളജി, ഈ പറഞ്ഞ കോഴ്സ് ഉള്ളവർക്കൊക്കെ MPH എടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ എല്ലാ കോളേജസിലൊന്നും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം വരുന്നില്ല. പക്ഷേ MPHന് വേണ്ടിയിട്ട് ഓരോ കോളേജസും അവരുടേതായിട്ടുള്ള എക്സാംസ് അവർ നടത്തുന്നുണ്ട്. 2 വർഷത്തെ MPH പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ജോലി ലഭിക്കാവുന്നതാണ്. ഗവൺമെന്റ് ഹെൽത്ത് കെയറിൽ, പ്രൈവറ്റ് ഹെൽത്ത് കെയർ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, റിസർച്ച് എന്റർപ്രൈസസ്, ഡോണർ ഏജൻസി, എപ്പിഡമോളജിസ്റ്റ്, ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ കമ്മ്യൂണിറ്റി സർവീസ് മാനേജേഴ്സ്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് analyst and public relation officer, research scientist, health resource professional, professor or lecturer, senior technical specialist, public health, environmental health specialist, social workers cum counselor, monitoring and evaluation specialist, public health അഡ്വൈസർ. ഈ പറഞ്ഞ പലതരം ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. MPH പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കംഫർട്ട് സോണിൽ ഒതുങ്ങിയിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും MPH ചൂസ് ചെയ്യാണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ MPH എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കിനോട് കമ്മിറ്റ്മെന്റ് വെച്ച് പോകേണ്ട ഒരു വർക്കാണ്. സോ നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക. നിങ്ങൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, നിങ്ങൾക്ക് MPH ചൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാണ്ടിരിക്കുക. കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കില്ല. സോ നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ കർണാടക, കേരളത്തിന് പുറത്തുള്ള കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ കർണാടകയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള 3 കോളേജസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. രാമയ്യ, ദയാനന്ദ സാഗർ, SRM, ഈ 3 കോളേജാണ് ബെസ്റ്റ് ആയിട്ട് MPHന് വരുന്നത്. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു എൻക്വയറീസോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു.